അപ്പേ എന്തോ കുട്ടിക്കാലത്തൊക്കെ എന്നെ പഠിപ്പിക്കുമ്പോഴേ ഉം. ഞങ്ങൾ വികൃതി കളിക്കുമ്പോ അപ്പ ദേഷ്യപ്പെടാറില്ലല്ലോ. ഉം. അന്ന് അപ്പയ്ക്ക് ദേഷ്യം വരില്ലേ? എനിക്ക് കുട്ടികളെയും ഒരു 60 വയസ്സിന് മേലെ പ്രായമുള്ളവരെയും ഒത്തിരി ഇഷ്ടം. ഏകദേശം ഇവരുടെയൊക്കെ ക്യാരക്ടർ തമ്മിൽ ഒത്തിരി സാമ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരോട് ദേഷ്യം വരാറില്ല. ഈ പ്രായമുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ പറയുന്നത് കുഴമ്പ് വാങ്ങി തരുന്നില്ല, മരുന്ന് വാങ്ങി തരുന്നില്ല, മക്കൾ നോക്കുന്നില്ല, നല്ല കാലത്ത് മുഴുവൻ അവർക്ക് വേണ്ടി സമ്പാദിച്ചു, ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല, പരാതികളുടെ കെട്ടഴിക്കും. ഞാനിത് ക്ഷമയോടെ കേട്ടിരിക്കും. അവിടെയാണ് എനിക്ക് ഏറെ പ്രിയങ്കരനായ പരമേശ്വരൻ സാറ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹം മരിക്കുന്നതിൻ്റെ 3 ദിവസം മുൻപ് പോയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്തത്. കുറച്ച് നാളത്തെ പരിചയമുള്ളൂ, പക്ഷെ എന്നെന്നും മനസ്സിൽ നിലനിൽക്കുന്ന ഒരു മനുഷ്യൻ. നമ്മൾ രണ്ടുപേരും കൂടെ അല്ലേ അദ്ദേഹത്തോട് സംസാരിച്ചത്. ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല. ആ വാർദ്ധക്യത്തിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും മക്കളെക്കുറിച്ച്, പേരക്കുട്ടികളെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, എല്ലാവരെക്കുറിച്ചും നിറഞ്ഞ മനസ്സ്, പോസിറ്റീവായ സംസാരം. എനിക്ക് എന്നും മനസ്സിൽ നിലനിൽക്കുന്ന ഒരു മനുഷ്യനാണ് പരമേശ്വരൻ സാറ്. അപ്പോൾ പരമേശ്വരൻ സാറിൻ്റെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേട്ടു നോക്കണം കേട്ടോ. ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അത് പ്രചോദനമാകാം. അതെ, ബി ഹാപ്പി. ഹാപ്പി.